ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാജിലയ്ക്കെതിരെ ഇപ്പം നാജിലയുടെ മൂത്ത മോള് മസ്റൂറ കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് നാജില ഉണ്ടെങ്കിൽ ഇതിനൊക്കെ മറുപടിയായിട്ട് ഒരു വീഡിയോ ഒക്കെ മകൾക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഇനിയിപ്പോൾ നാജിലയൊക്കെ ആരാണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആരാണ്, എന്താണ് ഇവർ തമ്മിലുള്ള മകളും ഈ ഒരു അമ്മയും തമ്മിലുള്ള പ്രശ്നം, ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. ഇനി നമുക്ക് സംസാരിക്കാം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു നാജില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറേയധികം ഫാമിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നാജിലയെ കുറേയധികം പേര് യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ഒരു മകളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇതിൽ നിന്ന് വല്ല വരുമാനം കിട്ടണം എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ കുറേയധികം യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേയധികം ഫാമിലി ഓഡിയൻസൊക്കെ ഇവരെ ഈ ഒരു നാജിലയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു നാജിലയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഏകദേശം 4ഓളം കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ്. അവസാനം ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേര് ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിലിപ്പോൾ പ്രഗ്നൻ്റ് കൂടിയാണ് ഈ ഒരു നാജില എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മോളുമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മസ്റൂറ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോള് കമൻ്റ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു മോളെന്ന് പറയുന്നത് ആദ്യ ഭർത്താവിൽ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഭർത്താവിലുള്ള മോളാണ്. അതിനുശേഷമുള്ള 2 ഭർത്താക്കന്മാരിലും കുട്ടികളുമുണ്ട്. അവരും ഈ ഒരു നാജിലയുടെ കൂടാണ് താമസിക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഷാനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഷാനിൽ ഇപ്പോൾ ഒരു കുട്ടിയാവാൻ പോവുകയാണ്. നാജില ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് കൂടിയാണ്. എന്തായാലും ഈ ഒരു 4 പേരെ കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ കുറേയധികം വിവാദത്തിൽ ഈ ഒരു നാജില പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ തുടങ്ങുന്ന സമയത്തൊന്നും ഈ ഒരു നാജില പിന്നെ 4ാമത് ഈ ഒരു ഷാനെ കല്യാണം കഴിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ഈ ഒരു കുട്ടികളെ വളർത്തണം എന്നുള്ള രീതിയിലായിരുന്നു വീഡിയോസൊക്കെ ചെയ്യുന്നത്. കുറേയധികം പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂത്ത മോളൊക്കെ വീഡിയോസിലൊക്കെ വരുമായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഷാനെ കല്യാണം കഴിക്കുന്നത്. ആ സമയത്തും കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഈ നാജിലയുടെ ഉമ്മയുണ്ടെങ്കിൽ ഈ ഒരു നാജിലയും ഈ ഒരു ഷാനയും ഉണ്ടെങ്കിൽ വീട്ടിലെ കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെ പിടിച്ചു എന്നുള്ള രീതിയിൽ കുറേയധികം വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആ ഒരു സമയത്ത് അതിന് ശേഷം ഈ ഒരു നാജിലയും അതുപോലെ തന്നെ ഷാനും കൂടി കല്യാണം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേയധികം ഈ വന്ന ആരോപണങ്ങൾ സത്യമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ 4 കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ കുറേയധികം പേര് ഈ ഒരു നാജിലയുടെ ക്യാരക്ടറിനെയൊക്കെ കുറേയധികം മോശമായിട്ട് സംസാരിക്കാറുണ്ട്. ഇവളെന്താണ് എപ്പോഴും ഇങ്ങനെ കല്യാണം കഴിക്കുവാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് കുറേയധികം കമൻസൊക്കെ ഇടാറുണ്ടെങ്കിൽ പോലും നാജില അത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. നാജില പറഞ്ഞ് എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ റെഡിയായിട്ട് ഒരാൾ വന്നു, എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നി, ഞാൻ കല്യാണം കഴിച്ചു എന്നത് മാത്രമാണ്. പിന്നെ അത് വേറെ ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ഷാനെ കല്യാണം കഴിച്ചതിന് ശേഷം നാജിലയുടെ ഉമ്മയ്ക്കൊന്നും ഇത് തീരെ ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യമാണ് നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ ഭർത്താവിന് തീരെ ഇഷ്ടമല്ല, കുറേയധികം പ്രശ്നങ്ങൾ ഈ ഒരു ഭർത്താവുമായിട്ട് തൻ്റെ ഉമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താനിപ്പം വേറെ വീട്ടിലേക്ക് മാറിയേക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നാജില ആ ഒരു സമയത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മക്കളെല്ലാവരും ഈ ഒരു നാജിലയുടെയൊക്കെ കൂടെ ഷാൻ്റെ കൂടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ആദ്യമേയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ ഒരു കുറേയധികം കല്യാണത്തിൻ്റെ പേരിലൊക്കെ കുറേയധികം നെഗറ്റീവ് കമൻസും ആൾക്കാരൊക്കെ സംസാരിക്കാറുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് കുറേയധികം വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഷാൻ്റെ സ്വഭാവം നല്ലതല്ല എന്നുള്ള രീതിയിൽ കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ഇവനും കുടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ കമൻസ് ഇടുന്നത്. പിന്നെ ഇവൻ്റെ സംസാരം ശരിയല്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പുള്ള 2 ഭർത്താക്കന്മാരും ഇതാണ് ഭയങ്കര കുടിയും കാര്യങ്ങളും മക്കളെയൊന്നും നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഈ നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ മസ്റൂറ ഈ മൂത്ത മോളുടെ അച്ഛനും ഇതേ കണക്ക് ഇവളെ നോക്കത്തില്ല, ഇവളെ വേണ്ട, ഭയങ്കര കുടിയൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് കളഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ പിരിയാനുണ്ടായ കാരണം
അതിനുശേഷമാണ് അടുത്ത കല്യാണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇവൻ കുടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ട്. ഇവനുമായിട്ട് ഉടനെ തന്നെ പിരിയാനുള്ള ചാൻസ് ഉണ്ട്, ഇവൻ്റെ സ്വഭാവമൊന്നും കണ്ടിട്ട് അത്ര നേരെയാണെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം നാജില വന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ എനിക്കറിയാം, അദ്ദേഹം എന്നെ നല്ല രീതിയിൽ നോക്കും, പിന്നെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ പിരിയത്തോ കാര്യമൊന്നുമില്ല, പിന്നെ പിരിയണം എന്ന് ആഗ്രഹിക്കുന്ന ഉള്ളവരൊക്കെ എന്ത് അറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കൊരു നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എന്നെ എൻ്റെ കുട്ടികളെ ഏറ്റെടുക്കാൻ ഒരാൾ വന്നപ്പോൾ ഞാനത് റെഡിയായത്. ഒരു കല്യാണം കഴിക്കുന്ന ഇത്ര തെറ്റാണോ എന്നുള്ള രീതിയിലായിരുന്നു ആ നാജില ആ സമയത്തെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് ആ സമയത്ത് സപ്പോർട്ട് ചെയ്തെങ്കിലും എതിർത്തൊക്കെ സംസാരിച്ചവരെല്ലാവരും ഉണ്ടായിരുന്നു. എന്തായാലും അതിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്ന ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഈ ഒരു നാജിലയും ഷാനും തമ്മിൽ അടിച്ച് പിരിഞ്ഞു എന്നുള്ള രീതിയിലൊരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാജില ഒരു ലൈവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാജിലയും ഈ ഒരു ഷാനും തമ്മിൽ ഇപ്പം പിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് കുടിയൊക്കെയാണ്, ജോലിക്ക് ഒന്നും തന്നെ പോകുന്നില്ല, കുടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നതിന് ശേഷം എന്നെയും മക്കളെയൊക്കെ എടുത്തിട്ട് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നിട്ട് പോലും എന്നെ ഇതേപോലെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം, ഇതുപോലെ തന്നെ കുട്ടികളെ എടുത്തിട്ട് അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ആ സമയത്ത് നാജില വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഇനി അവനെ എനിക്ക് വേണ്ട, അവനെനിക്കിനി ഭർത്താവായിട്ട് വേണ്ട എന്നുള്ളൊരു കാര്യമൊക്കെ നാജില ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് കുറേയധികം വീഡിയോസ് നാജില ഇടുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, തന്നെ നാജിലെ ഈ ഒരു ഷാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇനി അവനെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വേണ്ട എന്നുള്ളൊരു കാര്യം കൂടിയാണ് നാജില ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എന്തൊക്കെ വന്നാലും അവനെ എൻ്റെ വീട്ടിലോ എൻ്റെ കൂടെ കഴിയാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ മക്കളെ വരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അവരില്ലായിരുന്നെങ്കിൽ എന്നെ അടിച്ചേനെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു ഷാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഈ പറയുന്നതെല്ലാം കള്ളമാണ്, ഇവളുണ്ടെങ്കിൽ ഇവളുടെ ഉമ്മയായിട്ട് ഇപ്പോൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ അവളുടെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് അവൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് കണക്കിപ്പോൾ അവർ ഒന്നിച്ച സമയത്തുണ്ടെങ്കിൽ അവൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, പിന്നെ ഇവളുടെയൊക്കെ ഇപ്പം വിചാരം വേറെ ആരെയോ കല്യാണം കഴിക്കാമെന്നുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഈ ഒരു ഷാനും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതിന് ആ ഒരു വീഡിയോസ് അതിനകത്തൊക്കെ ഭയങ്കര ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അതിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിച്ചതിന് ശേഷം ഇതേ കണക്ക് നാജില പറഞ്ഞൊരു കാര്യം, എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് ഇത് ഒന്നിപ്പിക്കാനുള്ള പരിശ്രമം നടത്തി. അങ്ങനെ ഷാൻ ഇനി നന്നായിക്കോളാം, ജോലിക്കൊക്കെ പൊയ്ക്കോളാം, കുടിയൊക്കെ നിർത്തിക്കോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒന്നിച്ചെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കുറേയധികം പേര് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഒന്നിക്കും, ഇതൊക്കെ നാടകമാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ പറഞ്ഞവർ ഇവർ ഒന്നിച്ചതിന് ശേഷം കമൻസൊക്കെ വന്നിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, പിന്നെ ഇത് നാടകമായിരുന്നു അല്ലേ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും യഥാർത്ഥത്തിൽ അവർ പിരിഞ്ഞതാണോ അതോ ഇനി പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഇതൊക്കെ വീഡിയോസിന് വേണ്ടി ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അതിന് ശേഷം രണ്ട് പേരും ഒന്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഇതിൽ മൂത്ത മോൾ, ഈ നാജിലയുടെ കൂടെ മസ്റൂറ എന്ന് പറഞ്ഞ മൂത്ത മോളായിരുന്നു ഇത്രയും കാലം നിന്നിട്ടുണ്ടായിരുന്നത്. ഷാൻ തിരിച്ച് വന്നതിന് ശേഷം ഈ മൂത്ത മോളായിട്ടുള്ള മസ്റൂറ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോയതെന്ന് പറഞ്ഞാൽ ഈ നാജിലയുടെ ഉമ്മയുടെ കൂടെ നിൽക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമേ നാജില പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ നാജിലയുടെ ഉമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഉണ്ടെങ്കിൽ മസ്റൂറ തിരിച്ചാണ് മൂത്ത മോൾ തിരിച്ച് വരികയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്തുണ്ടെങ്കിൽ നാജില കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വന്തം മോൾക്കെതിരെ കുറേയധികം വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോൾക്കെതിരെയും അതുപോലെ തന്നെ സ്വന്തം ഉമ്മയ്ക്കെതിരെയും ഈ ഒരു നാജില വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തൻ്റെ ഉമ്മയൊക്കെ ശ്രമിക്കുന്നത് തൻ്റെ മോളെ ഉണ്ടെങ്കിൽ ഈ ഒരു ആദ്യ ഭർത്താവിൻ്റെ കൂടെ, അതായത് ആ മസ്റൂറ എന്ന് പറഞ്ഞിട്ടുള്ള മോളുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ ചേർത്ത് വിടാനാണ് ശ്രമിക്കുന്നത്. അതിന് പല കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ സമ്മതിക്കത്തില്ല, കാരണം അവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ഞാനാണ് എൻ്റെ മോളെ ഇത്രയും വലുതാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നാജില പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാജില പറഞ്ഞൊരു കാര്യം, ഈ മോളെ വന്ന് അവൻ കാണുന്നുണ്ട്, കുറേയധികം എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ മോള് പോലും എൻ്റെ അടുത്ത് പറയുന്നില്ല. ഈ ഉമ്മയുണ്ടെങ്കിൽ എൻ്റെ മോളെയൊക്കെ മനസ്സ് മാറ്റാനുള്ള ശ്രമമാണ്, എൻ്റെ അടുത്തുനിന്ന് അടർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്, ഞാൻ അനുവദിക്കത്തില്ല. ഇവനാണെങ്കിൽ ഇപ്പം ഈ റഹീം എന്ന് പറഞ്ഞ ആദ്യ ഭർത്താവ് വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മോളെ അവൻ നോക്കിയൊന്നും ചെയ്യത്തില്ല. ആയ
കാലത്ത് പോലും കുടിയും കാര്യമായിട്ട് നടന്നതാണ്. പിന്നെ ഇപ്പോഴെങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് മോളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മോൾക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നെയൊന്നും വേണ്ട, എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിന്നെ ഇത്രയും കാലം നോക്കിയത് ഞാനാണ്, എന്നിട്ടിപ്പോൾ എൻ്റെ കൂടെ വരാൻ നിനക്ക് താല്പര്യമില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വീഡിയോസിൽ വന്നിട്ട് ഈ നാജില ഓരോ ദിവസം വീഡിയോസ് ഇടുന്ന മോൾക്കെതിരെ ഓരോന്ന് കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ്ട് വീഡിയോസിൽ വന്നിട്ട് ഇതേ കണക്ക് മോളെ പറ്റിയൊക്കെ ഓരോന്ന് കുറ്റം പറയുന്നത്, നിൻ്റെ മോള് തന്നെയല്ലേ, ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ആലോചിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നാജില പറയുന്നു ഇനി എൻ്റെ മോളല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നാജില ഇതേ കണക്ക് ഓരോ സമയത്ത് ഉമ്മയ്ക്കെതിരെയും അല്ലെങ്കിൽ ആദ്യ ഭർത്താവിനെതിരെയും മകൾക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഷാനെതിരെ തന്നെ ഇപ്പോഴത്തെ ഭർത്താവിനെതിരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ നാജില ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷാനെ മോശമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ ഈ മസ്റൂറ മൂത്ത മോളൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പട്ടിയെന്നും അതിന്ന് അങ്ങനെയൊക്കെ വിളിച്ച് കുറേയധികം മെസ്സേജ് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് അതിന് മറുപടിയായിട്ടാണ് ഈ ഒരു നാജില വന്നിട്ടുണ്ടായിരുന്നത്. നാജില പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നീ ഉണ്ടെങ്കിൽ ഷാനെ ഇങ്ങനെയൊക്കെ വിളിക്കാൻ എങ്ങനെ തോന്നി, നിന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടത്, നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്, നിന്നെ പലയിടത്ത് കൊണ്ടുപോയി നമ്മൾ ഒരുമിച്ച് എന്തൊക്കെ പോയി കണ്ടിട്ടുള്ളത്, ഇതെല്ലാം നിന്നെ ഷാന കൊണ്ട് കാണിച്ചു, എന്നിട്ട് ഇപ്പം നീ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ ഭർത്താവിനെ പറയാനായോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് നാജില ഉണ്ടെങ്കിൽ മോൾക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തോ സ്വർണ്ണമൊക്കെ വേണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്, ഏത് സ്വർണം, ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തല്ല, നിനക്ക് എന്താ സ്വർണ്ണം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയും ഈ ഒരു നാജില ഈ ഒരു മോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയിപ്പിക്കുന്നതല്ല എൻ്റെ ഉമ്മയാണ്, ഈ ഉമ്മയ്ക്കുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും പൈസ വേണം, അതിനു വേണ്ടിയാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എൻ്റെ മൂത്ത മോളെ അവർ തന്നെ നോക്കിക്കോളാം, എൻ്റെ പൈസയുടെ ആവശ്യമില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തിനാണ് ഇപ്പം പൈസ ആവശ്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ നാജില ഇട്ട വീഡിയോസിന് താഴെ വന്നിട്ട് ഈ ഒരു മോള് കുറേയധികം കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മോള് പറഞ്ഞൊരു കാര്യം, ഈ ഷാനൊക്കെ പറയുന്നത് കള്ളമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലയുണ്ടെങ്കിൽ ഈ ഒരു നാജിലയുടെ ഉമ്മ വാങ്ങിച്ചു കൊടുത്തെന്നും അതുപോലെ തന്നെ ഒരു കൊലുസൊക്കെ ഈ ഒരു അച്ഛൻ ഈ ഒരു നാജിലയുടെ ആദ്യ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ്. അതൊക്കെ ഇവരെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ കൂടിയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ കമൻറ്റൊക്കെ ഇട്ടതിന് ശേഷം നാജിലയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നാജില ഇട്ട വീഡിയോയുടെ താഴെയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് നാജില ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഉണ്ടെങ്കിൽ ഇനി എൻ്റെ മോളല്ല, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ നീ വന്നിട്ട് കമൻറ്റിലൊക്കെ ഇടുകയാണ്, ഇതിനെല്ലാം കാരണം എൻ്റെ ഉമ്മയാണ്. നിനക്കിപ്പോൾ സ്വർണ്ണമൊക്കെ വന്നു, ഏത് സ്വർണ്ണമാണ് നിനക്ക്, നീ ഓരോ കള്ളങ്ങൾ വിളിച്ച് പറയല്ലേ, ഇനി നീ എനിക്കൊരു ഇങ്ങനെ ഒരു മോളേ ഇല്ല. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഷാനെതിരെ വരെ നീ അനാവശ്യം ആയിട്ട് ചീത്ത വിളിക്കുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇനി നിന്നെ എനിക്ക് എൻ്റെ മോളായിട്ട് വേണ്ട, എനിക്ക് എൻ്റെ ബാക്കി മക്കളുണ്ട്, അവരെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഉണ്ടെങ്കിൽ ഇനി ഉമ്മാന്ന് പോലും വിളിക്കരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു വീഡിയോക്കകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഷാനും കൂടെ നിന്ന് ഇതേ കണക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതേ കണക്ക് ഇതേ കണക്ക് കമൻറ്റ് ഇടുന്ന സമയത്ത് കുറേയധികം പേര് അതിന് താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആ മോൾക്ക് ഷാനോട് തീരെ ഇഷ്ടമല്ല, ഭയങ്കരമായിട്ട് വെറുപ്പ് നമുക്ക് കണ്ടാലോ അല്ലെങ്കിൽ ആ ഒരു കമൻറ്റിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്തോ വലിയൊരു കാരണമുണ്ട്, അത് മോക്കും ആ ഒരു ഷാനും മാത്രമേ മനസ്സിലാവുന്നുണ്ട്, അത് ഈ ഒരു നാജിലയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവാതെയാണ് ഈ ഒരു നാജില സംസാരിക്കുന്നത്. ആ കുട്ടിയെടുത്ത് വിളിച്ചിരുത്തി ഒന്ന് സംസാരിച്ചാൽ നിനക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ നീ അതൊന്നും കേൾക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഷാനും ഈ ഒരു കുട്ടി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇതേ കണക്ക് ഷാനുണ്ടെങ്കിൽ മെസ്സേജ്, അതായത് ഷാൻ്റെ വാട്സപ്പിലേക്ക് ഇതേ കണക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുട്ടി ഇങ്ങനെ ചെയ്യത്തില്ല, നീ ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിച്ച് നോക്കൂ, ഷാനില്ല നീയായിട്ട് പോയി സംസാരിക്കണം എന്നുള്ള രീതിയിൽ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ നാജില ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ പോയി നീ സംസാരിക്കില്ല എന്നുള്ള രീതി, ഇനിയും ഈ ഒരു മസൂറ മൂത്ത മോളെ കാണില്ല എന്നുള്ളൊരു വാശിയിലാണ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പോയി സംസാരിക്കുമോ ഒന്നിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം ഇതിനു മുമ്പും ഈ ഒരു ഷാനുമായിട്ട് വഴക്കിട്ട സമയത്തൊന്നും ഒന്നിക്കത്തില്ല, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെയും ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തിയ ഒരാളാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്തായാലും എനിക്കും തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു മോൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, അത് ആരെങ്കിലുമൊക്കെ കേട്ടേ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ്. അതെന്തായാലും ഈ നാജിലയ്ക്ക് മനസ്സിലായാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.